ഏഴാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പ് ഫലം 2010-11 വർഷങ്ങളിലെ പ്രവൃത്തികളുടെ ഫലമായിരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം. ബി.ജെ.പി നേതാവ് ഗിരിരാജ് സിംഗിന്റെ അറസ്റ്റിന് ജില്ലാ കോടതിയുടെ സ്റ്റേ. കാർഗിൽ രക്തസാക്ഷി വിക്രം ബത്രയുടെ പേരുപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ചതിന് നരേന്ദ്രമോദിക്കെതിരെ ബത്രയുടെ ബന്ധുക്കൾ രംഗത്ത്. സമഗ്രമായ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വോട്ടെടുപ്പ് നടക്കുന്നത് ബീഹാർ, പശ്ചിമ ബംഗാൾ, യു.പി., ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 89 മണ്ഡലങ്ങളിൽ. സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയും അദ്വാനിയും ജനവിധി തേടുന്നവരിലെ പ്രമുഖർ. തെരഞ്ഞെടുപ്പ് ഫലം 2010-11 വർഷങ്ങളിലെ പ്രവൃത്തികളുടെ ഫലമായിരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം. 2010-11 വളരെ നിർണായകമായ വർഷങ്ങൾ. ആ വർഷങ്ങളിൽ സർക്കാരിന് ഒരുപാട് പിഴവുകൾ സംഭവിച്ചതെന്നും ചിദംബരത്തിന്റെ കുറ്റസമ്മതം. വിദ്വേഷ പ്രസംഗം നടത്തിയ ബി.ജെ.പി നേതാവ് ഗിരിരാജ് സിംഗിന്റെ അറസ്റ്റിന് ജാർഖണ്ഡിലെ ദേവ്ഗഡ് ജില്ലാ കോടതിയുടെ സ്റ്റേ. അറസ്റ്റ് തടഞ്ഞത് മെയ് 3 വരെ. നടപടി ഗിരിരാജ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. കാർഗിൽ രക്തസാക്ഷി വിക്രം ബത്രയുടെ പേരുപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ചതിന് നരേന്ദ്രമോദിക്കെതിരെ ബത്രയുടെ ബന്ധുക്കൾ രംഗത്ത്. സംഭവം ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ. മോദി ഉപയോഗിച്ചത് കാർഗിൽ യുദ്ധത്തിനു മുമ്പ് അഭിനയിച്ച പരസ്യചിത്രത്തിൽ വിക്രം ബത്ര ഉപയോഗിച്ച "യേ ദിൽ മാംഗേ മോർ" എന്ന വാചകം. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 89 മണ്ഡലങ്ങളിലേക്കാണ് ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മണ്ഡലങ്ങളിലെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു. 7 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 89 മണ്ഡലങ്ങളിലേക്കാണ് ഏഴാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. ഗുജറാത്തിൽ ആകെയുള്ള 26 സീറ്റുകൾ, ആന്ധ്രാപ്രദേശിലെ തെലങ്കാന മേഖലയിലെ 17, പശ്ചിമ ബംഗാളിൽ 9, ഉത്തർപ്രദേശിൽ 14, പഞ്ചാബിൽ 13, ബീഹാറിൽ 7, ജമ്മു കാശ്മീർ, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിൽ ഓരോന്നു വീതം എന്നിങ്ങനെയാണ് മണ്ഡലങ്ങൾ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലി, ബി.ജെ.പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നോ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടമാണിത്. ഉത്തർപ്രദേശിൽ തന്നെ ബി.ജെ.പി നേതാക്കളായ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, കേന്ദ്രമന്ത്രിമാരായ ശ്രീപ്രകാശ് ജയ്സ്വാൾ, ജിതിൻ പ്രസാദ എന്നിവരുടെ മണ്ഡലങ്ങളിലും ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. ഗുജറാത്തിൽ ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വഡോദര, എൽ.കെ. അദ്വാനി മത്സരിക്കുന്ന ഗാന്ധിനഗർ എന്നിവിടങ്ങളിലും ഏഴാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ 130 നിയമസഭാ സീറ്റുകളിലേക്കും ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. മീഡിയ 1, ഡൽഹി. തെരഞ്ഞെടുപ്പിന്റെ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്നതിന് വിവിധ ബ്യൂറോകളിൽ നിന്ന് ശ്രീജിത്ത്, ടി.കെ. ഹരീഷ്, അഷ്റഫ് വാളൂർ എന്നിവരും ഡെസ്കിൽ നിന്നും എസ്.എ. അജിംസും ചേരും. ആദ്യ അജിംസിലേക്ക്. അജിംസ്, തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചതിൻ്റെ അവകാശവാദവുമായി കോൺഗ്രസും തെലങ്കാനയ്ക്കായി നടത്തിയ പോരാട്ടത്തിൻ്റെ പേരിൽ കെ. ചന്ദ്രശേഖര റാവു നേതൃത്വം നൽകുന്ന ടി.ആർ.എസും തമ്മിലാണ് മുഖ്യ പോരാട്ടം. എന്താണ് ഏറ്റവും ഒടുവിലത്തെ തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം? റമീസ്, ജൂൺ 2-ാം തീയതി തെലങ്കാന രാജ്യത്തെ 29ാമത്തെ സംസ്ഥാനമായി രൂപം കൊള്ളുകയാണ്. ആ പുതിയ സംസ്ഥാനത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളെയും ആ സംസ്ഥാനത്തിലേക്കുള്ള നിയമസഭാ അംഗങ്ങളെയുമാണ് നാളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തത്തിനാണ് നാളെ തെലങ്കാനയിലെ വോട്ടർമാർ സാക്ഷ്യം വഹിക്കുന്നത്. 17 ലോക്സഭാ സീറ്റുകളാണ് തെലങ്കാന സംസ്ഥാനത്തുള്ളത്. തെലങ്കാനയിലെ ആകെ വോട്ടർമാർ 2.8 കോടിയാണ്. അവിടുത്തെ ജനസംഖ്യ അത്രയാണ്. കേരളത്തേക്കാൾ ജനസംഖ്യയും ലോക്സഭാ സീറ്റുകളും ജില്ലകളും കുറവായ ഒരു സംസ്ഥാനമായിരിക്കും തെലങ്കാന. തെലങ്കാനയിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയാവുക എന്ന വലിയൊരു സ്വപ്നം പേറിയാണ് ടി.ആർ.എസ് നേതാവ് കെ. ചന്ദ്രശേഖർ റാവു ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതേസമയം തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ, ആ സംസ്ഥാനം രൂപീകൃതമായത് തങ്ങളുടെ പ്രയത്നം മൂലമാണ്, തങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം മൂലമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുപോലെ തന്നെ തെലങ്കാന രൂപീകരണത്തെ അവസാന നിമിഷം പിന്തുണച്ചു എന്ന അവകാശവാദവുമായി ടി.ഡി.പിയും തെലങ്കാന സംസ്ഥാന രൂപീകരണത്തെ എതിർത്ത വൈഎസ്ആർ കോൺഗ്രസും, അതേസമയം തെലങ്കാന രൂപീകരണത്തെ ആദ്യം മുതൽ തന്നെ പിന്തുണച്ചു പോന്ന ബി.ജെ.പിയും CPI-യുമെല്ലാം തെലങ്കാനയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായക കക്ഷികളായി രംഗത്തുണ്ട്. അതേസമയം കോൺഗ്രസും ടി.ആർ.എസും തെലങ്കാന രാഷ്ട്ര സമിതിയും തമ്മിലാണ് നേർക്കുനേർ മത്സരം മിക്കയിടങ്ങളിലും നടക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെയും തെലങ്കാന രാഷ്ട്ര സമിതിയുടെയും ശക്തി കേന്ദ്രങ്ങളാണ് ഈ തെലങ്കാന മേഖലയിലെ മിക്ക ജില്ലകളും. അതേസമയം ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ, തെലങ്കാനയുടെ ദക്ഷിണ കിഴക്കൻ ജില്ലകളിൽ തെലങ്കാന രാഷ്ട്ര സമിതിക്ക് കാര്യമായ വേരോട്ടമില്ല. പ്രത്യേകിച്ച് ഹൈദരാബാദ് നഗരത്തിനും അതിന് ചുറ്റുമുള്ള മറ്റ് ലോക്സഭാ സീറ്റുകളിലും തെലങ്കാന രാഷ്ട്ര സമിതിക്ക് കാര്യമായ വേരോട്ടമില്ല. കാരണം അവിടങ്ങളിലെ വോട്ടർമാരിൽ ഭൂരിഭാഗവും അതിൽ ഒരു 1/3 എന്ന് പറയാവുന്നത് സീമാന്ധ്രയിൽ നിന്നും റായലസീമയിൽ നിന്നുമുള്ള
കുടിയേറ്റക്കാരായ തൊഴിലാളികളും സർക്കാർ ഉദ്യോഗസ്ഥരും IT പ്രൊഫഷണലുകളും ഒക്കെയാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ ഉദാഹരണത്തിന് ഹൈദരാബാദിലെ മൽക്കാജ്ഗിരി, ഹൈദരാബാദ്, സെക്കന്ദരാബാദ് തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നും തന്നെ തെലങ്കാന രാഷ്ട്ര സമിതിക്ക് വേരോട്ടമില്ല. അതേസമയം കോൺഗ്രസിനും ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനും കാര്യമായ വേരോട്ടമില്ല, തെലങ്കാന രാഷ്ട്ര സമിതിയും കാര്യമായ വേരോട്ടമില്ല. തെലങ്കാന രൂപീകരിക്കുന്നതോടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ചന്ദ്രശേഖര റാവു കാലുമാറിയതും കിരൺകുമാർ റെഡ്ഡിയുടെ രാജിയുമെല്ലാം കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ ബാധിക്കുക? കിരൺകുമാർ റെഡ്ഡിയുടെ രാജി കോൺഗ്രസിന് യഥാർത്ഥത്തിൽ തെലങ്കാന മേഖലയിൽ ഒരു പ്രശ്നമേ അല്ല. കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രശ്നം TRS കോൺഗ്രസിൽ ലയിക്കും എന്നൊരു വാഗ്ദാനത്തോടെയാണ് തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് കോൺഗ്രസ് മുൻകൈയെടുത്തത്, അതുമായി മുന്നോട്ട് പോയത്. പക്ഷേ ഇടക്കാലത്ത് ചന്ദ്രശേഖർ റാവു കാലുമാറി തെലങ്കാന രാഷ്ട്ര സമിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിൻ്റെ നില ഒരർത്ഥത്തിൽ തെലങ്കാനയിൽ പരുങ്ങലിലാണ്. പക്ഷേ എങ്കിലും ശക്തമായ കേഡറുകൾ, ശക്തമായ യൂണിറ്റുകളുള്ള കോൺഗ്രസിന് ആ അർത്ഥത്തിൽ തെലങ്കാന രാഷ്ട്ര സമിതിയെ ഭയക്കേണ്ടതില്ല. കാരണം തെലങ്കാന രാഷ്ട്ര സമിതി വടക്കൻ ജില്ലകളിലാണ്, തെലങ്കാനയുടെ വടക്കൻ ജില്ലകളിലാണ് ശക്തിയായിട്ടുള്ളത്. കാരണം തെലങ്കാന വികാരം ഏറ്റവും ശക്തമായി അലയടിച്ചിട്ടുള്ളതും ഈ ജില്ലകളിലാണ്. അതേസമയം കോൺഗ്രസിന് താഴെത്തട്ടിൽ അടിവേരുകൾ ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. തെലങ്കാനയെ സംബന്ധിച്ച് കോൺഗ്രസിന് ശക്തമായ യൂണിറ്റുകളുണ്ട്, കേഡറുകളുണ്ട്. ആ അർത്ഥത്തിൽ കേഡറുകളെ വളർത്തിയെടുക്കാൻ തെലങ്കാന വികാരം മുതലെടുക്കാനുള്ള ശ്രമമുണ്ടെങ്കിലും ആ അർത്ഥത്തിലുള്ളൊരു കേഡർ സംവിധാനം തെലങ്കാന രാഷ്ട്ര സമിതിക്കില്ല. പക്ഷേ ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ, ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ചന്ദ്രശേഖർ റാവുവിന് പകരം വയ്ക്കാവുന്ന ഒരു നേതാവ് തെലങ്കാന മേഖലയിൽ കോൺഗ്രസിനില്ല. അതേസമയം ഖമ്മം ജില്ലയിൽ ഇടതു കക്ഷികൾക്ക്, പ്രത്യേകിച്ചും CPIക്ക് സ്വാധീനമുണ്ട്. TDPക്ക് ഈ ജില്ലകളിൽ വാറങ്കൽ, ഖമ്മം പോലുള്ള ജില്ലകളിൽ സ്വാധീനമുണ്ട്. അതേസമയം കോൺഗ്രസിന് മൊത്തത്തിൽ തെലങ്കാനയിൽ സ്വാധീനമുണ്ട്, അതിന് കേഡറുകളുണ്ട്, യൂണിറ്റുകളുണ്ട്. ഈ അതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നേടിയ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിന്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതർത്ഥത്തിലായിരിക്കും, എത്രമാത്രമാണ് നിർണായകമാവുക? MIM യഥാർത്ഥത്തിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചൊരു പാർട്ടിയാണ്. ഹൈദരാബാദിനും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ഏകദേശം 10ഓളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഇത്തവണ MIM ജയിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലന വിശാരദന്മാർ പറയുന്നത്. 2 ലോക്സഭാ സീറ്റുകളെങ്കിലും, കഴിഞ്ഞ പ്രാവശ്യം 1 ലോക്സഭാ സീറ്റിലാണ് MIM ജയിച്ചത്, ഇത്തവണ 2 സീറ്റിലെങ്കിലും ജയിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട്. ഈ അർത്ഥത്തിൽ ഒരു മുന്നണിയെയും ഒരു കൂട്ടുകെട്ടിനെയും പിന്തുണയ്ക്കാതെ സ്വതന്ത്രരായി നിൽക്കുന്ന MIMന്റെ നിലപാട് യഥാർത്ഥത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോഴും നിർണായകമായിരിക്കും. കാരണം തെലങ്കാനയുടെ ആദ്യ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുകയാണെങ്കിൽ അതിൽ MIMന്റെ നിലപാട് നിർണായകമായിരിക്കും. മാത്രമല്ല ലോക്സഭയിൽ അവർക്ക് 1-2 സീറ്റ് മാത്രം ലഭ്യമാകുന്നതുകൊണ്ട് അവരുടെ പിന്തുണ അത്ര നിർണായകമാകാൻ സാധ്യതയുമില്ല. റമീസ്, വളരെ നന്ദി. അജിംസ് ആയിരുന്നു തെലങ്കാനയുടെ വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നതിനായി അഷ്റഫ് വാളൂർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. അഷ്റഫ്, എന്താണ് പഞ്ചാബിലെ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം? റമീസ്, പ്രചാരണം കഴിഞ്ഞപ്പോൾ പഞ്ചാബിൽ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പ്രധാനമായും 13 സീറ്റുകളിൽ, പഞ്ചാബിൽ ആകെ 13 സീറ്റുകളാണുള്ളത്. അതിൽ അകാലിദൾ BJP സഖ്യവും കോൺഗ്രസും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇതിൽ 4 സീറ്റിൽ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 8 സീറ്റ് ഇവിടെ ലഭിച്ചിരുന്നു. 4 സീറ്റ് അകാലിദളിനും 1 സീറ്റ് BJPയും നേടി. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അത്രത്തോളം സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അവകാശപ്പെടുന്നത്. പ്രധാനമായും അംസറിലും ഗുരുദാസ്പൂരിലും അനന്ത്പൂർ സാഹിബിലും ഒക്കെ വളരെ ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ ഒരു പ്രതീക്ഷയ്ക്ക് ഉള്ള ന്യായീകരണം ഒന്ന്, സംസ്ഥാനം 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അകാലിദൾ BJP സർക്കാരിനെതിരായ ഒരു ജനവികാരം, സംസ്ഥാന ഭരണത്തിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ്. അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. മറ്റൊന്ന്, പ്രധാനമായും മുതിർന്ന നേതാക്കളെ തന്നെ മത്സര രംഗത്തിറക്കി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഒരു അനുകൂല ഘടകമാണ്. അതേസമയം മൂന്നാമതായി ഈ നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള ഒരു പ്രചാരണം സിഖ് ഭൂരിപക്ഷ മേഖലയായ പഞ്ചാബിൽ എത്രത്തോളം ഏശിയിട്ടില്ല. അത് BJPക്ക് ഒരു പരിധി വരെ വലിയ തിരിച്ചടിയാവും. പ്രധാനമായും 3 മണ്ഡലങ്ങളിലാണ് BJP മത്സരിക്കുന്നത്. 10 സീറ്റിൽ അവിടെ അകാലിദളാണ് ഈ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പഞ്ചാബ് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. കഴിഞ്ഞ തവണത്തെ സീറ്റ് നിലനിർത്തുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സീറ്റ് അധികം നേടുകയോ ചെയ്യുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതേസമയം BJPയും അകാലിദളും പറയുന്നത് രാജ്യത്ത് മുഴുവൻ ഒരു കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായ ഒരു ജനവികാരമുണ്ട്, അത് പഞ്ചാബിലും പ്രതിഫലിക്കും. ആ ഒരു ജനവികാരത്തിന്റെ പിൻബലത്തിൽ BJPക്കും അകാലിദൾ സഖ്യത്തിനും ഒരു
മെച്ചപ്പെട്ട മുന്നേറ്റം അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ പഞ്ചാബിൽ നേടാൻ കഴിയുമെന്നാണ് BJP അകാലിദൾ സഖ്യം അവകാശപ്പെടുന്നത്. ആം ആദ്മി മാത്രമാണ് ഇത്തവണ പഞ്ചാബ് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഒരു പുതിയ പ്രതിഭാസം. ലുധിയാനയിലാണ് ആം ആദ്മി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായ HS കുൽക്കെയാണ് ലുധിയാനയിൽ ആം ആദ്മിക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്നാലും ഈ ലുധിയാനയിൽ വലിയ വോട്ടുകൾ ആം ആദ്മി ശേഖരിക്കുന്ന വോട്ടുകൾ ഈ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുമെന്നല്ലാതെ അവിടെ സ്വന്തം നിലയിൽ ജയിച്ചു വരാനുള്ള ശക്തി ആം ആദ്മിക്കില്ല. എന്തായാലും കോൺഗ്രസും BJPയും അകാലിദളും ഒരു അവകാശപ്പെടുന്നത് വലിയ ഒരു മുന്നേറ്റം പഞ്ചാബിൽ ഈ അഷ്റഫ്, അതുപോലെ ശക്തമായ പോരാട്ടം നടക്കുന്ന പഞ്ചാബിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായും ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് അമൃത്സറിലാണ്. അമൃത്സറിൽ BJPയുടെ പ്രമുഖനായ രാജ്യസഭയിലെ കക്ഷി നേതാവുമായ അരുൺ ജെയ്റ്റ്ലിയാണ് മത്സരിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലിയെ നേരിടാൻ കോൺഗ്രസും രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രഗത്ഭനായ പഞ്ചാബിലെ കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെയാണ്. അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതീക്ഷകൾ ഒരുപക്ഷെ ഒരു കടുത്ത മത്സരത്തിലേക്ക് നീങ്ങുന്നു. അരുൺ ജെയ്റ്റ്ലി മണ്ഡലത്തിൽ തന്നെ തളച്ചിടപ്പെട്ട ഒരവസ്ഥയിലാണ്. വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാമെന്ന് കരുതി ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിലാണ് അമൃത്സർ അരുൺ ജെയ്റ്റ്ലി തെരഞ്ഞെടുത്തതെങ്കിലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്ഥാനാർത്ഥി എത്തിയതോടെ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും കടുത്ത ഒരു മത്സരം തന്നെ അമൃത്സറിൽ നടക്കുന്നു. മറ്റൊന്ന് അനന്ത്പൂർ സാഹിബാണ്. അനന്ത്പൂർ സാഹിബിൽ കേന്ദ്രമന്ത്രി അംബിക സോണിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇവിടെ അകാലിദളിനും ആം ആദ്മിക്കും സ്ഥാനാർത്ഥിയുണ്ട്. വളരെ ശക്തമായ മത്സരം ഇവിടെ നടക്കുന്നു. മൂന്നാമത് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ലുധിയാനയിലാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ത്രികോണ മത്സരം ലുധിയാനയിൽ നടക്കുന്നു. അകാലിദളിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിന്റെ യുവ നേതാവ് ടിറ്റു ഉണ്ട്, മാത്രമല്ല ആം ആദ്മിയുടെ ഫൂൽക്കെ. ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തമ്മിൽ ത്രികോണ മത്സരം ലുധിയാനയിൽ നടക്കുന്നു. ഈ മൂന്ന് മണ്ഡലങ്ങളാണ് പ്രധാനമായും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നത്. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകിയത് അഷ്റഫ് വാളൂർ. അടുത്തതായി ഹരീഷ് ഉണ്ട് ഗുജറാത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകുന്നതിനായിട്ട്. ഹരീഷ്, ഏറ്റവും ഒടുവിലത്തെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ്? രമേശ്, ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 26 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നരേന്ദ്രമോദി, LK അദ്വാനി എന്നിവർ ഗുജറാത്തിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുന്നണിയിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിമാരായ ഭരത് സോളങ്കി, ദിൻഷാ പട്ടേൽ, തുഷാർ ചൗധരി തുടങ്ങിയവരും മുൻ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഗേരയും എല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലെ ഈ ഒറ്റഘട്ടത്തിൽ നടക്കുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് തന്നെയാണ് BJP പ്രചാരണ രംഗത്ത് ശ്രദ്ധിച്ചിരുന്നത് എന്നാണ്. അതേസമയം കോൺഗ്രസ് ആവട്ടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കളെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് റാലികൾ നടത്താനും പ്രചാരണ പരിപാടികൾ നടത്താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മോദി മത്സരിക്കുന്നത് വഡോദര മണ്ഡലത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ LK അദ്വാനി ഗാന്ധിനഗർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. കോൺഗ്രസ് നേതാക്കളായ ഭരത് സിംഗ് സോളങ്കി ആനന്ദ് മണ്ഡലത്തിൽ നിന്നും, ദിൻഷാ പട്ടേൽ ഖേദയിൽ നിന്നും, തുഷാർ ചൗധരി ബർദോലിയിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. മുൻ മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഗേല സബർകാന്ത മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. നിലവിൽ ഗുജറാത്തിലെ ഒരു കോൺഗ്രസിന്റെയും BJPയുടെയും പ്രാതിനിധ്യം BJPക്ക് 17 MP-മാരും കോൺഗ്രസിന് 9 MP-മാരുമാണ് ഗുജറാത്തിൽ നിന്ന് ലോക്സഭയിലുള്ളത്. എന്നാൽ ഇത്തവണ ഗുജറാത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു തൂത്തുവാരുന്ന രൂപത്തിലുള്ള ഒരു വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് BJP സ്വപ്നം കാണുന്നത്. ഇതിന് BJP നേതാക്കളെല്ലാം അടിസ്ഥാനമായി പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഗുജറാത്തിൽ നിന്നുള്ള നേതാവ്, ഗുജറാത്തിയായ ഒരു നേതാവ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ BJPയെ ജനങ്ങൾ നല്ല രൂപത്തിൽ പിന്തുണയ്ക്കും എന്നുള്ള വിശ്വാസമാണ് BJP നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. ഹരീഷ്,